ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ ധനുഷ്കോടി വ്ളോഗിൻ്റെ പാർട്ട് 2ലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് രാമനാഥപുരത്താണ്. ടൗണിൽ നിന്ന് കുറച്ചിങ്ങ് പോകുന്നു. നമ്മൾ ഇന്നലെ എറണാകുളം ജില്ലയിൽ നിന്ന് പത്തനംതിട്ട കൗന്നി അച്ചൻകോവിൽ ഫോറസ്റ്റ് ഒക്കെ വഴി നമ്മൾ തെങ്കാശി കയറി നമ്മൾ ധനുഷ്കോടിക്ക് വന്നതാണ്. ധനുഷ്കോടി എത്തിയിൽ നമ്മൾ രാമനാഥപുരത്ത് ഇന്നലെ സ്റ്റേ ചെയ്തു. ഇന്ന് നമ്മൾ രാമനാഥപുരത്ത് നിന്ന് നേരെ പോകാനായിട്ട് പോകുന്നത് ഇന്ത്യയുടെ സദൺ പാർട്ടിൻ്റെ ഏറ്റവും അറ്റത്തേക്കാണ് ധനുഷ്കോടി. അപ്പോൾ ധനുഷ്കോടിയിലുള്ള കാഴ്ചകൾ കണ്ട് നമുക്ക് പോകാം. ഇവിടെ അത്യാവശ്യം വേസ്റ്റും കാര്യങ്ങളൊക്കെയാണ്. പക്ഷെ നല്ലൊരു തണൽ കണ്ടപ്പോൾ വണ്ടി നിർത്തി വീടെടുത്താട്ടോ. അപ്പോൾ ബാക്കി കാര്യങ്ങൾ നമുക്കിനി വണ്ടി ഓടിച്ചുകൊണ്ട് പറയാം. അപ്പോൾ ഇന്നലെ നമ്മൾ ഫസ്റ്റ് ഡേ നമ്മൾ 390 കിലോമീറ്ററാണ് ഓടിച്ചത്. 30.2 നമുക്ക് മൈലേജ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ നേരെ ഇവിടുന്ന് രാമനാഥപുരത്ത് നിന്ന് ധനുഷ്കോടിയിലോട്ട് പോവാണ്. രാമേശ്വരം വഴി ധനുഷ്കോടിയിലോട്ട് പോവാണ്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഏറെക്കുറെ ഒരു 74 കിലോമീറ്ററാണ് ധനുഷ്കോടിയിലേക്കുള്ളത്. ഒരു 1.5 മണിക്കൂറൊക്കെ മാത്രമേ ഉള്ളൂ അത്ര ഓടിക്കാനായിട്ട്. കാരണം ഇവിടെ നിന്നുള്ള റോഡുണ്ടല്ലോ, അടിപൊളി റോഡാണ്. ബൈക്കേഴ്സിനും കാറൊക്കെ ഉള്ളവർക്കൊക്കെ അടിപൊളിയായിട്ട് ഓടിക്കാൻ പറ്റിയ, മെയിനായിട്ട് ബൈക്കേഴ്സിന് പൊളിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് ധനുഷ്കോടി എന്ന് പറയുന്നത്. അത് നിങ്ങൾക്ക് പോകുമ്പോൾ മനസ്സിലാവും, കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. അപ്പോൾ ധനുഷ്കോടി എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയുടെ സദേൺ പാർട്ടിൻ്റെ ഏറ്റവും അറ്റത്തുള്ളൊരു സ്ഥലമാണ്. നമ്മുടെ ശ്രീലങ്കയോട് വളരെ ക്ലോസ് ആയിട്ട് കിടക്കുന്ന ഒരു സ്ഥലമാണ് ധനുഷ്കോടി എന്ന് പറയുന്നത്. പിന്നെ രാമേശ്വരം എല്ലാവർക്കും അറിയാമായിരിക്കും. ഒരുപാട് ഹിന്ദു മിത്തോളജിയൊക്കെ വെച്ച് ഒരുപാട് സംഭവങ്ങളുള്ള ഒരു സ്ഥലമാണ് രാമേശ്വരം. ധനുഷ്കോടിയിലാണെങ്കിലും ഈ പറഞ്ഞ ഒരുപാട് മിത്തുള്ള സ്ഥലങ്ങളാണ്. അതൊക്കെ ഞാൻ പറഞ്ഞുതരാം, അവിടെ ചെല്ലുമ്പോൾ ഇപ്പോൾ കാണിച്ച് പറഞ്ഞുതരാം. അപ്പോൾ ധനുഷ്കോടി എന്ന് പറയുന്നത് ശ്രീലങ്കയോട് വളരെ ക്ലോസ് ആയിട്ട് കിടക്കുന്ന ഒരു സ്ഥലമാണ്. 24 കിലോമീറ്റർ താഴെ എങ്ങാണ്ടുള്ളൂ നമ്മുടെ ധനുഷ്കോടിയുടെ അറ്റത്തുനിന്ന് ശ്രീലങ്കയായിട്ട്. നമ്മൾ അങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പോകുന്ന വഴിക്ക് നമുക്ക് രാമേശ്വരം ടെമ്പിൾ ഉണ്ട്, അതേപോലെ തന്നെ നമുക്ക് പാമ്പൻ പാലം, അതേപോലെ APJ അബ്ദുൽ കലാം സാറിൻ്റെ മെമ്മോറിയൽ ഉണ്ട്, അതേപോലെ തന്നെ വീടൊക്കെ ഉണ്ട്. പോവാം. ഇന്ന് അത്യാവശ്യം തിരക്കുണ്ടെന്ന് തോന്നുന്നു. കുറച്ചുകൂടെ കഴിഞ്ഞ് തിരക്കം കുറയും. രാമേശ്വരം ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കുറച്ചങ്ങോട്ട് ധനുഷ്കോടി ഭാഗത്തിൽ തിരക്കൊന്നും ഉണ്ടാവില്ല. പാമ്പൻ പാലം 24 കിലോമീറ്റർ, ധനുഷ്കോടി 52 കിലോമീറ്റർ. നമ്മുടെ പാമ്പൻ പാലത്തിലോട്ട് കയറാൻ പോവാണ്. പാമ്പൻ പാലല്ല, ഇന്ദിരാഗാന്ധി ബ്രിഡ്ജ് കണ്ടോ. ലെഫ്റ്റ് സൈഡിലും കടൽ വന്നു, റൈറ്റ് സൈഡിലും കടൽ വന്നു. ഇത് അത്യാവശ്യം ലോങ് ആയിട്ടുള്ള ഭയങ്കര ബ്രിഡ്ജാണ്. എത്ര കിലോമീറ്റർ ഉണ്ടെന്ന് സൈഡ് കാണിച്ചു തരാം. ഭയങ്കര ലെങ്ത് ഉള്ള ബ്രിഡ്ജാണ് കടലിൽ കൂടെ. ഒരു സൈഡിൽ കാണുന്ന കടലും അപ്പുറ സൈഡിൽ കാണുന്ന കടലും രണ്ടാണ്. രണ്ട് സൈഡിലും 2 കടലാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത് ഒറ്റ സമയത്ത്. ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് നമ്മുടെ പാമ്പൻ പാലം എന്ന് പറയുന്നത്. നമുക്കിവിടെ വണ്ടി നിർത്തി ഞാൻ കാണിച്ചു തരാം, ഒരു സ്പോട്ട് ഞാൻ കാണിച്ചു തരാം നിങ്ങളെ. റൈറ്റ് സൈഡിലായിട്ട് ഒരുപാട് ബോട്ട് നമുക്ക് കാണാൻ പറ്റും. അതും കടലിന് നടുക്കായിട്ട് നിൽക്കുന്ന പോലെ തോന്നുന്നത്. കാരണം ഇവിടെ ആഴം കുറവാണെന്ന് തോന്നുന്നു. അതുകൊണ്ട് കരയിലായിട്ട് ഒരുപാട് അടുപ്പിക്കില്ല ഇവര്. നിർത്തേണ്ട സ്ഥലം ഞാൻ കാണിച്ചു തരാം. ഇവിടെയൊക്കെ മൊത്തം വണ്ടി ഇട്ടേക്കോട്ടെ. കണ്ടോ, ഇവിടെ വണ്ടി ഇടുന്നതിന് വേറെ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ട്രാഫിക് വലിയതായിട്ട് ഉണ്ടാവില്ലാത്തതുകൊണ്ട് വണ്ടി ആൾക്കാർ നിർത്തി കാണും. നമുക്കിവിടെ വണ്ടി നിർത്താം, ഇവിടെ നിർത്താം. അപ്പോൾ ഇതാണ് നമ്മുടെ പാമ്പൻ പാലം എന്ന് പറയുന്നത്. ഇതിന് ഇന്ദിരാഗാന്ധി ബ്രിഡ്ജ് എന്നാണെന്നും കണ്ടാണ് പറയുന്നത്. ഈ കാണുന്നതാണ് പാമ്പൻ പാലം. ഇവിടുത്തെ വെള്ളത്തിൻ്റെ കളർ കണ്ടോ, അവിടെ ആഴം കുറവാണെന്ന് തോന്നുന്നു. താഴെ കല്ലൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഒരു ഗ്രീൻ പ്ലസ് ബ്ലൂ കളറിലാണ് നമ്മുടെ വെള്ളം വരുന്നത്. ഇവിടെ ഇതാണ് പഴയ പാലം എന്ന് പറയുന്നത്. ഈ ഫസ്റ്റ് കാണുന്നത് 100 വർഷത്തിന് മേളിൽ പഴക്കമുണ്ട്. 1914 ഈ കാണുന്ന പാമ്പൻ പാലം പണിതേക്കുന്നത്. അതായത് അപ്രോക്സിമേറ്റ് 110 വർഷത്തെ പഴക്കമുണ്ട്. അതുകൊണ്ട് ഒരാളൊക്കെ നടന്നു പോകുന്നുണ്ട്.
അതേപോലെ അതിൻ്റെ അപ്പുറത്ത് കണ്ടോ, അതിൻ്റെ അപ്പുറത്താണ് പുതിയ പാലം പണിയുന്നത്. ഞാനത് 3 കൊല്ലം മുമ്പ് വന്ന സമയത്ത് പണി തുടങ്ങുന്നുണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഏറെക്കുറെ തീരാറായെന്ന് തോന്നുന്നു. പക്ഷേ ട്രെയിൻ പോയി തുടങ്ങിയിട്ടില്ല എന്ന് തോന്നുന്നത്. അവിടെ എന്തൊക്കെയോ പണി നടക്കുന്നുണ്ട്. നിങ്ങൾക്ക് അവിടെ കണ്ടോ, അവിടെ 2 സ്റ്റാൻഡ് പോലെ കണ്ടോ? അതെന്താണെന്ന് അറിയാമോ? അതായത് ഇതിൻ്റെ അടിക്കടെ കപ്പൽ അല്ലെങ്കിൽ കപ്പലല്ല ബോട്ടൊക്കെ പോകുന്ന സമയത്ത് ഇപ്പുറ സൈഡിലോട്ട് പാസ് ചെയ്ത് പോകാനായിട്ട് ആ ബ്രിഡ്ജ് പൊങ്ങും എന്നാണ് എൻ്റെ വിശ്വാസം. ഈ കാണുന്ന പഴയ ബ്രിഡ്ജ്, അതായത് 110 വർഷം മുമ്പേ ആ ടെക്നോളജി അവർ യൂസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും സെയിം ടെക്നോളജി തന്നെയാണ് എനിക്ക് യൂസ് ചെയ്യുന്നത്. ആ ബ്രിഡ്ജ് പൊങ്ങും, അതായത് വട്ടം പൊങ്ങിയിട്ട് അതിന് നടുക്കേക്കടെ കപ്പൽ അല്ലെങ്കിൽ ബോട്ടൊക്കെ പോകാനായിട്ട്, കപ്പലായിരിക്കില്ല ബോട്ടൊക്കെ പോകാനായിട്ട് വേണ്ടി അങ്ങനെയാണ് വെച്ചേക്കുന്ന സിസ്റ്റമാണത്. അങ്ങോട്ടോ അങ്ങറ്റം തൊട്ട് അങ്ങറ്റം വരെയുണ്ട് ഈ ബ്രിഡ്ജ് എന്ന് പറയുന്നത്. ഒരുപാട് ലെങ്ത് ഉണ്ട് ഈ ബ്രിഡ്ജിന്. നമുക്ക് റോഡ് ക്രോസ് ചെയ്ത് അപ്പുറം സൈഡും കൂടെ കാണാം. കണ്ടോ, ഇവിടെ നമുക്ക് കണ്ടോ കല്ലൊക്കെ കാണാൻ പറ്റും. കല്ലാണോ എന്തോ ഷേപ്പൊക്കെ ഉണ്ട് അതിന്. ആഴം കുറവാണ്, അതുകൊണ്ടായിരിക്കും എനിക്ക് തോന്നുന്നു. ബോട്ടൊക്കെ ഉണ്ടോ ഈ നടുക്കായിട്ടാണ് ഇട്ടേക്കുന്നത് ബോട്ടൊക്കെ. അതുകൊണ്ട് അവർ ചെറിയ ബോട്ടിൽ കയറി പോകാമെന്ന് തോന്നുന്നു, വഞ്ചിയിലൊക്കെ കയറി. ആഴം കുറവായതുകൊണ്ട് അങ്ങനെ ആയിരിക്കും. ഞാനൊരു വീഡിയോ കണ്ടാണ്. സോ ഐ എം നോട്ട് ഷുവർ. സംഭവം നൈസാണ്. വെള്ളമായിട്ട് മഴക്കാറൊക്കെ ഉണ്ട് കേട്ടോ. ബൈക്ക് ഇടിച്ചിടൂ. അടിപൊളി വൈബാണ്ടോ എന്തായാലും ഇവിടെ പാമ്പൻ പാലം. നിങ്ങളെന്തായാലും രാമേശ്വരം ധനുഷ്കോടി പോകുന്ന സമയത്ത് ഇവിടെ നിർത്തിയൊന്ന് 2 ഫോട്ടോസൊക്കെ എടുത്ത് ഈ കാഴ്ചകളൊക്കെ കണ്ടിട്ട് തന്നെ പോവാട്ടോ. നമുക്കെന്തായാലും ഇവിടെ നിന്ന് പോവാം, കാരണം ഒരുപാട് തിരക്കാവുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട്. പണിപാളി. അവിടെ ട്രാഫിക് പോലീസിൻ്റെ 8 പോസ്റ്റൊക്കെ ഉണ്ട് കണ്ടോ. ഇതാണ് ആ പൊങ്ങി വരുന്ന പാലം. ഇവിടെ പോലീസ് 8 പോസ്റ്റൊക്കെ ഉണ്ട്. പണ്ടൊന്നും ഉണ്ടായിരുന്നില്ല എന്നാണ് എൻ്റെ വിശ്വാസം. പോലീസുകാരും ഉണ്ട്. ഒരുപാട് ബ്ലോക്കൊക്കെ ഉണ്ടാകുമ്പോൾ കൺട്രോൾ ചെയ്യാനായിരിക്കും. APJ അബ്ദുൽ കലാം സാറിൻ്റെ മെമ്മോറിയലാണ്. അത് ഓപ്പൺ ആണെന്നാണ് എൻ്റെ വിശ്വാസം. നമ്മളെന്തായാലും ഇവിടെ കയറുന്നില്ല. നമുക്ക് തിരിച്ച് വന്നിട്ട് കയറാൻ ടൈം ഉണ്ടെങ്കിൽ കയറാം. മഴ പെയ്യുന്നൊരു ഡൗട്ടുണ്ട്, അതുകൊണ്ടാണ് നമ്മൾ നേരെ ധനുഷ്കോടി പോകുന്നത്. അത് APJ അബ്ദുൽ കലാം സാറിൻ്റെ മെമ്മോറിയലാണ്. കഴിഞ്ഞ തവണ വന്നപ്പോൾ ഞാൻ അത് ക്ലോസ്ഡായിരുന്നു, എനിക്ക് കയറാൻ പറ്റിയില്ല. ഇത്തവണ തിരിച്ചു പോകുമ്പോൾ നമുക്ക് ടൈം ഉണ്ടെങ്കിൽ കയറിയിട്ട് പോവാം. ബൈക്കിന് പോകാൻ പാടില്ലേ? ഇവിടെ ഇപ്പോൾ ഫീസൊക്കെ ഉണ്ടല്ലോ. കാറിന് 100 രൂപയൊക്കെ വെച്ച ഫീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളിത് രാമേശ്വരം ടെമ്പിളിൻ്റെ ആ സൈഡിലൂടെയാണ് പോകുന്നത്, ഫ്രണ്ടിലോട്ടാണ് പോകുന്നത്. ഇവിടെ നല്ല ബ്ലോക്കാണ്. വേറെ വഴി, ഓൾട്ടർനേറ്റീവ് വഴി കാണിച്ചു തന്നായിരുന്നു ഗൂഗിൾ മാപ്പ്. പിന്നെ ഞാൻ പോവാത്തത് രാമേശ്വരം ടെമ്പിൾ നിങ്ങൾക്ക് കാണിച്ചു തരാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. ഇവിടെ വന്നപ്പോഴാണെങ്കിൽ മുടിഞ്ഞ ബ്ലോക്ക്. കുറച്ച് നേരം ഉള്ളൂ, ഒരു 500 മീറ്റർ ഉള്ളൂ. ശനിയാഴ്ചയൊക്കെ ആയതുകൊണ്ടാണോ എന്തെന്ന് അറിയാൻ പാടില്ല. തിരക്ക് കുറച്ച് കൂടുതലാണ്. അത് ഇവിടെ എന്നും ഇങ്ങനെയാണെന്ന് എനിക്കറിയാൻ പാടില്ല. ഞാൻ ആദ്യമായിട്ട് വന്നപ്പോൾ ഇത്രയും തിരക്കൊന്നും ഇങ്ങനെ ഉണ്ടായിരുന്നില്ല. ആ ഒരു വിശ്വാസത്തിലാണ് ഞാനും കയറി വന്നത്. ഇപ്പോൾ പക്ഷെ ഇത് നേരെയായിട്ട് ക്യൂ ആയിട്ട് തിരക്കാ. ആ കാണുന്നതാണ് രാമേശ്വരം ടെമ്പിൾ എന്ന് പറയുന്നത്. സോ ഇവിടെ വരുന്നവർക്ക്, വിശ്വാസമുള്ളവർക്ക് ടെമ്പിളിൽ കയറാം. നമുക്ക് ഇവിടുന്ന് റൈറ്റ് ഒരു വഴി കാണിക്കുന്നുണ്ട്, ആ വഴി കയറി പോകാം. കാരണം അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഭയങ്കര ബ്ലോക്കായിരിക്കും. നേരെ കാണുന്നതാണ് ടെമ്പിള്. സോ ടെമ്പിളിൽ വരുന്നവർക്ക് നേരെ പോവാം, അല്ലാത്തവർക്ക് റൈറ്റ് വളഞ്ഞു പോവാം. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ടെമ്പിളിൻ്റെ ഫ്രണ്ടിൽ കൂടെയാണ് പോയത്. ടെമ്പിളിൻ്റെ ഏറ്റവും ഫ്രണ്ട് വരെ പോയി അവിടെ നിന്ന് ലെഫ്റ്റ് എടുത്തൊരു വഴി കയറിപ്പോയത് എനിക്ക് ഓർമ്മയുണ്ട്. പ്രാവശ്യം നമ്മൾ ഇവിടെ നിന്ന് റൈറ്റ് ഇട്ട് ഡീവിയേഷൻ എടുത്ത് വിടുക. ഭയങ്കര അലമ്പ് മണമാണ് ഇവിടെ. ഇവിടെ റെയിൽവേ സ്റ്റേഷൻ റൈറ്റ് സൈഡിലാണ് രാമേശ്വരം റെയിൽവേ സ്റ്റേഷൻ.
പോലീസുകാർ പോകണ നോക്ക്, ഹെൽമെറ്റ് ഒന്നും വെക്കാണ്ട്. ഓടിക്കുന്ന ആളും വെച്ചിട്ടില്ല, പുറകിലിരിക്കുന്ന ആൾ ഹെൽമെറ്റ് വെച്ചിട്ടില്ല. ഒരു വളവ് വളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് നേരൊറ്റ വഴിയാണ്. ഒറ്റ വഴി എന്ന് വെച്ചാൽ നമുക്ക് 15 കിലോമീറ്റർ സ്ട്രെയിറ്റ് കാണാമെന്നല്ല, പക്ഷേ സ്ട്രെയിറ്റ് റോഡാണ്, നമുക്ക് വെച്ച് പിടിച്ചങ്ങ് പോകാൻ പറ്റുന്ന റോഡാണ്. അത് എത്താറായിട്ടുണ്ട്. ഈ ഒരു വളവ് കഴിഞ്ഞാൽ നമുക്ക് അവിടെ എത്താനായിട്ട് പറ്റും. ഇപ്പം ചെക്ക് പോസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ ആ വളവ് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഗൂഗിൾ മാപ്പിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഒരു വളവോ കാര്യങ്ങളോ ഒന്നുമില്ല. ഈ ഒരു ഒറ്റ ഹൈവേ ഇങ്ങനെ ഒറ്റ പോക്കാണ്. ധനുഷ്കോടി 13 കിലോമീറ്റർ ഒറ്റ പോക്കാണ് ഈ വഴി. ഇങ്ങനെ ചെറിയൊരു വളവൊക്കെ ഉണ്ടാവും, അല്ലാണ്ട് ഇങ്ങനെ വലിയ വളവില്ല, കയറുമായിട്ടൊന്നും ഉണ്ടാവില്ല. ജസ്റ്റ് ഇങ്ങനെ ചെറിയൊരു വളവ് പോലെ ഉണ്ടാവുള്ളൂ. ഇന്ന് ഗൂഗിൾ മാപ്പിൽ കറക്റ്റായിട്ട് കാണാൻ പറ്റും. 15 കിലോമീറ്റർ ഉണ്ട്, 14 കിലോമീറ്റർ ഉണ്ട്. ഇനി 17 മിനിറ്റേ ഉള്ളൂ. വെച്ച് പിടിച്ചങ്ങനെ പോവാൻ നമുക്ക്. രണ്ട് സൈഡിലും കടലാണ്. ഇതേപോലെ കുറേ മരങ്ങളും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇനി കാണാനുള്ളത്. അടിപൊളിയാണ് ഇവിടെ നിന്നുള്ള റോഡും കിടലിലാണ്. ഇതുപോലെ അടിപൊളി റോഡാണ്, നമുക്ക് വെച്ച് പിടിച്ച് പോകാനായിട്ട് പറ്റും. ഫുഡ് കഴിക്കാനായിട്ട് പറ്റിയ സ്ഥലങ്ങളും കാര്യമൊക്കെയാണ്. ഫോട്ടോ എടുക്കാൻ പറ്റും കേട്ടോ, എന്ത് രസമാണെന്ന് നോക്കിയേ. ഫോട്ടോ എടുക്കാനൊക്കെ പറ്റിയ അടിപൊളി സ്ഥലമാണ് ഇനി അങ്ങോട്ട്. ഭയങ്കര തിരക്കാണെന്ന്, ഭയങ്കര ടൂറിസ്റ്റ് ബസ്സും കാറും ബൈക്കും ഒക്കെ ഉണ്ടെന്ന്. ബൈക്കിനേക്കാളും കൂടുതൽ കാറാണെന്ന്. ആൾക്കാർ കൂടുതലാണ് ഇന്ന്. പിന്നെ മഴ പൊടിയുന്നുണ്ട്. ധനുഷ്കോടി 10 കിലോമീറ്റർ. ശരിക്കും ധനുഷ്കോടി എന്ന് പറയുന്ന ഒരു ടൗൺ ഏരിയ ആണ്. അത് കഴിഞ്ഞ് അതിൻ്റെ ഒരു പോയിന്റ് ഉണ്ട്, അറ്റമുണ്ട്. അറ്റത്തിന് വേറൊരു പേരാണ് പറയുന്നത്, അത് ഞാൻ മറന്നുപോയി. ഞാൻ സൈഡിൽ കൊടുക്കാം. മഴ കൂടി, മഴ നല്ലോണം പെയ്യുന്നുണ്ട്. നനഞ്ഞു പോകുന്നല്ലാണ്ട് ഒരു വഴിയില്ല. വേറെ കയറി നിൽക്കാൻ പോലും ഒരു സ്ഥലമില്ല. ഓക്കെ, ഞാൻ പറഞ്ഞില്ല, ആ പോയിന്റിന്റെ പേര് അരിച്ചൽമൂന എന്നാണ്. 13 കിലോമീറ്റർ ഉണ്ട്. ധനുഷ്കോടി ഈസ് എ ടൗൺ ആൻഡ് അരിച്ചൽമൂന ഇത് എൻഡ് എന്ന് പറയുന്ന സ്ഥലം. പിന്നെ എന്തോ ഒരു ടെമ്പിൾ എന്ന് പറഞ്ഞുണ്ട് റൈറ്റ് സൈഡിൽ ലെഫ്റ്റ് സൈഡിട്ട്. നമുക്ക് ജസ്റ്റ് അവിടം വരെ പോയിട്ട് വരാം, കാരണം രണ്ട് സൈഡിലും വെള്ളമാണ്. അതുകൊണ്ട് നമുക്ക് അവിടം വരെ ഒന്ന് പോയി അങ്ങ് അറ്റം വരെ പോയിട്ട് ഓടിച്ചിട്ട് ഇങ്ങ് തിരിച്ചു വരാം പെട്ടെന്ന്. കോതണ്ടമാരാറോ അങ്ങനൊന്നും പെട്ടെന്ന് വായിക്കാൻ കിട്ടിയില്ല. രണ്ട് സൈഡിലും വെള്ളമാണ്. അതുകൊണ്ടാണ് നമ്മൾ പിന്നെ ചുമ്മാ അവിടം വരെ പോയിട്ട് വരാമെന്ന് വിചാരിച്ചേ. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴും ചുമ്മാ വഴിതെറ്റി അങ്ങോട്ട് പോയായിരുന്നു. അത് വഴിതെറ്റി പോയതാണ്, അങ്ങോട്ടായിരിക്കുമെന്ന് വിചാരിച്ച്. പക്ഷെ ഇപ്രാവശ്യം വഴിതെറ്റി പോകണതല്ല, ഇതൊന്ന് എൻജോയ് ചെയ്യാനായിട്ട് പോകണതാണ്. രണ്ട് സൈഡിലും വെള്ളമാണ്. കടലില്ല കേട്ടോ, കടൽ അവിടെയും കഴിഞ്ഞിട്ടാണ് കടൽ. നിങ്ങൾക്ക് അവിടെ ഒരു ചെറുതായിട്ടൊരു തട്ടുപോലെ കാണാം. അതിൻ്റെ അപ്പുറത്തേക്കാണ് മെയിനായിട്ട് കടൽ വരുന്നത്. ഞാൻ ചുമ്മാ ഇവിടം വരെ ഒന്ന് ഓടിക്കാനായിട്ട് വന്നതാണ്. നല്ല രസമല്ലേ രണ്ട് സൈഡിൽ വെള്ളം നടക്ക റോഡ് മാത്രമായിട്ട് വരുമ്പോൾ. നമുക്ക് അങ്ങട്ടത്തായിട്ടൊരു ടൗണും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുമേ. ഇത് നമുക്ക് ഇവിടുന്ന് തിരിച്ചു പോവാം. ഇവിടെ കയറിയിരിക്കാനായിട്ട് ചെറിയ സ്ഥലമൊക്കെ ഉണ്ട്. പൊളിക്കാറുന്നു. ഫ്രണ്ടിൽ വണ്ടിയൊക്കെ ഉണ്ട്, റിസ്ക് ആണ് നമുക്ക്. ഇന്നത്തെ മഴയും പെയ്തിരിക്കുമല്ലേ, അല്ലെങ്കിൽ ചുമ്മാ പൊളിച്ചങ്ങ് പോവാറുന്നു സത്യം പറഞ്ഞ. കേട്ടോ സ്ട്രെയിറ്റ് റോഡാണ്, ചുമ്മാ സ്ട്രെയിറ്റ് റോഡാണ്. ഞങ്ങൾ വന്ന സമയത്ത് ഇവിടെ നിന്ന് ആൾക്കാർ പോലും ഉണ്ടായിരുന്നില്ല വലിയവരായിട്ട്. ഇപ്രാവശ്യം നല്ല തിരക്ക്. ഗൈസ് നല്ല മഴയാണ്, നല്ല മഴയായിട്ട് ഇവിടെ കയറി നിൽക്കുവാണ്. പുറകിൽ മൊത്തം ആൾക്കാരാണ്, മലയാളികളൊക്കെ ഉണ്ട്. ഒടുക്കത്തെ മഴയാണ്, 10 മിനിറ്റായിട്ട് മഴ പെയ്തുകൊണ്ടിരിക്കുക. ഇവിടെ കയറിയത് നന്നായി, അല്ലെങ്കിൽ അങ്ങോട്ട് പോയിട്ട് മൊത്തം നനഞ്ഞേനെ. പിന്നെ വണ്ടി ഒന്ന് ക്ലീനായി കിട്ടും. പത്ത് 20 മിനിറ്റായിട്ട് അവിടെ ഒറ്റ നിപ്പാണ്. ഇപ്പോഴാണ് അവിടെ നിന്ന് ഇറങ്ങുന്നത്. മഴ മുഴുവനായിട്ട് മാറിയിട്ടൊന്നുമില്ല, എന്നാൽ പോലും ചെറിയ രീതിയിൽ മഴ പെയ്യുന്നുണ്ട്. പക്ഷെ അത് നോക്കി നിന്ന് കഴിഞ്ഞാൽ അവിടെ നിന്ന് പോകും. അതുകൊണ്ട് ഞാനിങ്ങ് ഇറങ്ങി.
ഇപ്പം ചെറുതായിട്ട് വെയിലൊക്കെ ആയിട്ടുണ്ട്, മഴക്കാറൊക്കെ മാറിയിട്ടുണ്ട്, ഇനി കുഴപ്പമുണ്ടാവില്ലായിരിക്കും. ഞാൻ കാണുന്ന കടലാണ് ഒരു സൈഡിൽ. അവിടെ വണ്ടി ആരും ഇറക്കിയിട്ട് പണി കിട്ടിയെന്ന് തോന്നുന്നു. അവിടെ ടാറ്റ സഫാരിയാന്ന് തോന്നുന്നു, ആരും ഇറക്കിയിട്ട് പണി കിട്ടിയിട്ടുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞില്ലേ, ധനുഷ്കോടി ഒരു സമയത്ത് ഏറ്റവും വെൽത്തി ആയിട്ടുള്ളൊരു സ്ഥലമായിരുന്നു. ഒരുപാട് മീനായിട്ട് ബന്ധപ്പെട്ട, ചരക്കായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കച്ചവടം നടന്നിരുന്ന സ്ഥലമായിരുന്നു. പക്ഷേ ഇവിടെ ഒരു സൈക്ലോൺ, ഒരു ചുഴലിക്കാറ്റ് ബേ ഓഫ് ബംഗാളിൽ നിന്ന് വന്ന 1964 ഡിസംബർ 22 ഒരു ചുഴലിക്കാറ്റ് ഉണ്ടായി. ഏറ്റവും വെൽത്തി ആയിട്ട് നടന്നിരുന്ന ഒരു ഗ്രാമത്തെ അല്ലെങ്കിൽ ഒരു സ്ഥലത്തെ മൊത്തത്തിൽ ഇല്ലാണ്ടാക്കി എന്നുള്ളതാണ്. 1800 ആൾക്കാരെങ്ങാണ്ട് ആ ഒരു ചുഴലിക്കാറ്റിൽ മരിച്ചിട്ടുണ്ട്. 1000 മേലുള്ള ആൾക്കാർ മരിച്ചിട്ടുണ്ട്. ഒരു പാമ്പൻ പാലത്തിൽ നിന്നാണ് തോന്നുന്നു ഒരു ട്രെയിൻ തന്നെ കാണാണ്ടായി എന്നെങ്ങാണ്ടൊരു സംഭവമുണ്ട്. ഒരു ട്രെയിൻ തന്നെ മറിഞ്ഞ് വീഴുവോ കാണാണ്ടാവുകയോ ഒക്കെ ഉണ്ടായിട്ടുണ്ട് ആ ചുഴലിക്കാറ്റിൽ. അത്രയും ഭീകരമായിട്ടുള്ളൊരു ചുഴലിക്കാറ്റായിരുന്നു അന്നുണ്ടായത് ഈ ധനുഷ്കോടിയിൽ. അതിനുശേഷമാണ് ധനുഷ്കോടിയിൽ ഒരു കോടതി ഉത്തരവ് വഴി ഇത് ജനവാസത്തിന് പറ്റിയ സ്ഥലമല്ലാന്നും ഇവിടെ ഇനി ആൾക്കാർ താമസിക്കേണ്ട എന്നുള്ള രീതിയിലോട്ട് മാറിയത്. അങ്ങനെയാണ് ഇവിടെ ആൾക്കാർ താമസിക്കേണ്ടായത്. ഏറെക്കുറെ ഇപ്പോൾ ഒരു 70 വർഷത്തോളായില്ലേ, 70 അല്ല 50 60. അന്നുണ്ടായിരുന്ന ഓരോ ബിൽഡിങ്ങിൻ്റെ ഒക്കെ അവശേഷം ധനുഷ്കോടിയിലുണ്ട്. അതൊക്കെ നമുക്ക് കാണിച്ചു തരാം. റൈറ്റ് സൈഡിലായിട്ട് നമുക്ക് നോക്കി ഒരു കടൽ കാണാം, ലെഫ്റ്റ് സൈഡിൽ വേറൊരു കടലുണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ചെറിയ ചെറിയ ഒരുപാട് കടകൾ കാണാം. ഇവർ ലൈവായിട്ട് മീനെ പിടിച്ച് കണ്ടോ, ഒരു ചേട്ടൻ വെട്ടുന്നുണ്ട്. ലൈവായിട്ട് മീനെ പിടിച്ച് അല്ലെങ്കിൽ മീനെ ക്ലീൻ ചെയ്ത് ഫ്രൈ ചെയ്ത് തരും. ഇതാണ് ഓൾഡ് ധനുഷ്കോടിയിലെ പഴയ റെയിൽവേ സ്റ്റേഷൻ. ധനുഷ്കോടിയുടെ റെയിൽവേ സ്റ്റേഷൻ ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞില്ലേ പണ്ട്, അതവിടെയാണ്. ഇതാണ് ധനുഷ്കോടി നഗരം. അവിടെ ഒരു പള്ളിയുണ്ട്. ഇതൊക്കെ ഞാൻ വന്നിട്ട് കാണിച്ചു തരാമേ. ഇവിടെ മൊത്തം ആൾക്കാരാണിപ്പോൾ. ഞാൻ തിരിച്ച് വന്നിട്ട് കാണിച്ചു തരാം ഇവിടുത്തെ കാര്യങ്ങൾ. പണ്ടൊന്നും ഇങ്ങനെ ഉണ്ടായിരുന്നില്ല. പണ്ടൊക്കെ നമുക്ക് കൂളായിട്ട് ഇറങ്ങി വന്ന് കാണാറുണ്ട്. ഇപ്പോൾ ക്യൂ ഒക്കെ നിന്ന് അവർ മൊത്തത്തിൽ തിരിച്ച് മാറ്റി തോന്നുന്നു സംഭവങ്ങൾ. ഞാൻ അവിടെ അറ്റം വരെ പോയിട്ട് തിരിച്ച് വന്നിട്ട് കാണിച്ചു തരാം. ഇതാണ് ധനുഷ്കോടി എന്ന പ്രൈത നഗരം. അപ്പോൾ ഇതുപോലെ കടകളുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ഫ്രഷ് ഫിഷ് ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്യാം. ഹൈജീൻ്റെ കാര്യമൊന്നും എനിക്ക് അറിയത്തില്ല, അതുകൊണ്ട് ഞാൻ അതിനെപ്പറ്റി കൂടുതൽ പറയുന്നില്ല. ഞാൻ കഴിച്ചിട്ടുമില്ല, കഴിക്കാൻ ഉദ്ദേശിക്കുന്നുമില്ല. സോ എനിക്ക് റിസ്ക് എടുക്കാൻ ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ട് ഞാനത് കഴിക്കുന്നില്ല. എന്തായാലും കഴിക്കണം എന്നുള്ളവർക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇഷ്ടംപോലെ കടകളുണ്ട്. ഇതുപോലെ ചേച്ചിമാരും ചേട്ടന്മാരൊക്കെ നടത്തുന്നത്. ഇവിടെ വന്നാൽ നിങ്ങൾക്ക് കഴിക്കാനായിട്ട് പറ്റും. ഇവിടെ ബീച്ച് പോലെയൊക്കെ ഉണ്ട്, പക്ഷെ മൊത്തം വേസ്റ്റ് ആട്ടോ, പറയാതിരിക്കാൻ പറ്റില്ല. ആൾക്കാർ വന്നിട്ട് ഒരു ജാതി കാട്ടായാണ് കാണിച്ചിട്ട് പോയേക്കുന്നത്. ബീച്ച് മൊത്തം പ്ലാസ്റ്റിക് കുപ്പിയാണ്. ഇവിടെ നല്ല രസമാണ് കേട്ടോ ബീച്ച് കാണാനായിട്ട്. അതും കടലാണ്, ഇതും കടലാണ്. ദൂരം ആൾക്കാരാണെന്ന് നോക്കി, ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് ഇപ്പോൾ. അതേപോലെ തന്നെ കുളിക്കുന്നൊക്കെ ഉണ്ട്. ഇവിടെ തൊട്ടേ ആൾക്കാർ കാറൊക്കെ പാർക്ക് ചെയ്തിട്ട് പോയേക്കുവാണ്. ഫോറിനേഴ്സൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഇഷ്ടം പോലെ. അയ്യോ, അങ്ങോട്ട് ഒടുക്കത്തെ തിരക്കാണ്. അങ്ങോട്ട് പോകാൻ പറ്റുന്ന പോലും എനിക്ക് തോന്നുന്നില്ല. അവിടെ ഭയങ്കര തിരക്ക്. ഇതെന്താ ഇത്രയും തിരക്ക്? എന്റെ പൊന്നു, ഞാൻ എക്സ്പെക്ട് ചെയ്തതിനേക്കാളൊക്കെ 10 ഇരട്ടി ആട്ടോ തിരക്ക് ഇവിടെ. നമുക്ക് ആ അറ്റത്ത് പോകാൻ പറ്റുമെന്ന് പോലും തോന്നുന്നില്ല. ആ രീതിയിലാണ് തിരക്ക്. ബൈക്ക് ആയതുകൊണ്ട് നമുക്കങ്ങ് പോയി നോക്കാമല്ലേ.
ഭയങ്കര തിരക്കാ. ഭയങ്കര ബ്ലോക്കാണ് ഗൈസ്. നമുക്കിവിടെ വണ്ടി വളച്ച് പോകാൻ പറ്റുമെങ്കിൽ പോയാൽ മതിയായിരുന്നു. ഇങ്ങോട്ട് വരേണ്ടിയിരുന്നില്ല. വണ്ടി വളയ്ക്കേണ്ട വരുമെന്ന് തോന്നുന്നു. അല്ലാണ്ട് അങ്ങ് വരെ പോകാൻ പറ്റാൻ ചാൻസ് ഇല്ല. നമുക്ക് വണ്ടി വളയ്ക്കാം, അതാവും ബെറ്റർ. നോ ഗൈസ്, നോ രക്ഷ. നല്ല വെയിലുണ്ട് കേട്ടോ. എൻ്റെ പൊന്നോ, അങ്ങോട്ടൊക്കെ ഭയങ്കര ബ്ലോക്കാണ്. ഇവരൊക്കെ എങ്ങോട്ടാണ് വണ്ടി കയറ്റിക്കൊണ്ട് വന്നത്? ഇന്നൊരു ദിവസം മുഴുവൻ നിന്നാലും നമുക്ക് ധനുഷ്കോടിയുടെ അറ്റം കാണാൻ പറ്റുന്നു. അല്ലെങ്കിൽ ഇവിടെ ഇറങ്ങി നടക്കണം അങ്ങോട്ട്, അതും കല്ലിൻ്റെ ഇടയിൽ കിടക്കെ. ഐ എം റിയലി സോറി ഗൈസ്. ബേസിക്കലി എനിക്ക് ആൾക്കാരെന്ന് പറയുന്നത് ഒട്ടും ഇഷ്ടമല്ലാത്തൊരു ആളാണ്. ആൾക്കൂട്ടം ഐ ക്യാൻ ഹാൻഡിൽ. ഭയങ്കര സോഷ്യൽ ആങ്സൈറ്റി ഉണ്ട്. സോ എനിക്ക് അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല. അതാണ് ഞാൻ വണ്ടി വളച്ചത് തന്നെ. അയ്യോ അയ്യോ എൻ്റെ പൊന്നോ, അയ്യോ അയ്യോ, സീരിയസ്ലി കാര്യം ഒടുക്കത്തെ തിരക്ക്. എൻ്റെ പൊന്നോ, അറ്റം കാണാൻ നിന്ന് ഞാൻ ബൈക്ക് കൊണ്ടെങ്കിലും പോകാന്ന് വെച്ചാൽ ബൈക്ക് പോലും പോകാനുള്ള സ്ഥലമില്ല. അതേപോലെ തിരക്ക്. ഞാൻ ആദ്യം ധനുഷ്കോടി നിന്നപ്പോൾ ഒരു 5-6 വണ്ടിയുള്ള സ്ഥലമായിരുന്നു. ഇപ്പൊ നോക്ക്, ഇവിടെ വരെ വണ്ടിയാ. അവിടെ പോയി കഴിഞ്ഞാൽ ഒരു വൈകുന്നേരം വരെ നിൽക്കേണ്ടി വരും ആ സ്ഥലം മൊത്തം കാണാനായിട്ട്. നമുക്ക് നേരത്തെ ഇതിൽ കൂടെയൊക്കെ കയറി പോവാറുന്നു. ഇപ്പം അങ്ങനെ കയറി പോകാനുള്ള സ്ഥലമൊന്നും കാണുന്നില്ല. മഴ വീണ്ടും പൊടിയുന്നുണ്ട്. കണ്ടോ, അവിടെയൊക്കെ കെട്ടിടങ്ങളുണ്ടായിരുന്നു, അതൊക്കെ നശിച്ചു. ആ ഭാഗത്തൊക്കെ കണ്ടോ, അവിടെ കെട്ടിടങ്ങളുണ്ട്, അതൊക്കെ പൊളിഞ്ഞു പോയതാണ് സൈക്ലോണിൽ. ആ ചുഴലിക്കാറ്റിന് ശേഷം കോടതി വിധിച്ചാണ് ഇവിടെ ആൾക്കാർ താമസിക്കാൻ പാടില്ല, താമസിക്കാൻ പറ്റിയ സ്ഥലമല്ല എന്നുള്ള രീതിയിൽ. ഒരു പള്ളിയൊക്കെ ഉണ്ട്, പള്ളിയൊക്കെ പൊളിഞ്ഞു കിടക്കുവാണ്. ഇവിടെ എന്തോ ഒരു പണിയുന്നുണ്ട് ഇപ്പോൾ. ഇവിടെയൊക്കെ അവശിഷ്ടങ്ങളുണ്ട് ഓരോ കെട്ടിടങ്ങളുടെ. അവന് റോഡ് മൊത്തം എഴുതി കൊടുക്കണമായിരിക്കും കയറി പോകാനായിട്ട്. വീണ്ടും മഴ. കണ്ടോ, അതൊരു പള്ളിയാണ്. അതൊക്കെ ഇവിടുത്തെ അവശിഷ്ടങ്ങളാണ്. അതായത് സൈക്ലോൺ വന്ന സമയത്ത് നശിച്ചു പോയ അവശിഷ്ടങ്ങളാണ്. ഇതിവിടുത്തെ റെയിൽവേ സ്റ്റേഷൻ ആയിരുന്നു, ഓൾഡ് റെയിൽവേ സ്റ്റേഷൻ ധനുഷ്കോടിയിലെ. അതും ഈ പറഞ്ഞ പോലെ തന്നെ സൈക്ലോണിൻ്റെ സമയത്ത് നശിച്ചു പോയതാണ്. ഇവിടെ ഒരു വലിയ നഗരമായിരുന്നു, അത് മൊത്തം ഉണ്ടോ. ഇവിടെയൊക്കെ കെട്ടിടങ്ങളുണ്ട്, അതൊക്കെ ഈ പറയുന്ന ചുഴലിക്കാറ്റിൽ പോയതാണ്. ഫുൾ ടാങ്ക് 45. ആ, ഇന്നലെ നമ്മൾ ഫുൾ ടാങ്ക് അടിച്ചിട്ട് 209 കിലോമീറ്റർ ഓടി. 209 കിലോമീറ്റർ ഓടി. ഇന്ന് 11 ലിറ്റർ അടിച്ചു. അതായത് അപ്രോക്സിമേറ്റ് 30-ന് അടുത്തൊക്കെ മൈലേജ് ഇന്നലെ കിട്ടിയെന്ന് തോന്നുന്നു.
അത്രയാണ് കാണിച്ചേക്കുന്നത്. ഇതിൻ്റെ അകത്ത് 29.8 കാണിക്കുന്നത്. അപ്രോക്സിമേറ്റ് 29-30 ആ റേഞ്ച് കിട്ടി ഇന്നലെ എടുത്തിട്ട്. നമ്മൾ ട്രിപ്പ് തുടങ്ങിയിട്ട് ഇപ്പോൾ 502 കിലോമീറ്റർ ആയി ടോട്ടല്. നമുക്ക് 30.5 ആവറേജ് മൈലേജ് കാണിക്കുന്നത്. കുഴപ്പമില്ല. മധുരയ്ക്ക് ഇവിടുന്ന് 160 കിലോമീറ്റർ ഉണ്ട്. നമ്മൾ വീണ്ടും പാമ്പൻ പാലത്തിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. ഇപ്പോഴും തിരക്കാണ്. ഇപ്പോഴും ഇഷ്ടംപോലെ ബസ് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്താണോ ഇപ്പോഴും ഇങ്ങനെയാണോ, ഇപ്പോൾ തിരക്ക് എപ്പോഴും ഇങ്ങനെയാണോ എന്ന് അറിയാൻ പാടില്ല ഇവിടെ. അതൊന്നും ഹോളിഡേയുടെ ആണ് തിരക്ക്, എന്താണെന്ന് അറിയത്തില്ല. ഓ ബ്ലോക്കാണല്ലോ. തട്ടി ഗൈസ്, തട്ടി മിറർ തട്ടി. ഞാനൊക്കെ 3 കൊല്ലം മുമ്പ് വന്നപ്പോൾ ഈ പാലത്തിൽ മനുഷ്യൻ കുഞ്ഞു പോലും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇപ്പൊ നോക്ക്, ഇത് തിരക്കാന്ന് നോക്ക്. ഇത്ര തിരക്കുള്ള സമയത്ത് എങ്ങനെ വണ്ടി നിർത്താൻ തോന്നുന്നു ആൾക്കാർക്ക് ഇവിടെ? തിരക്കില്ലെങ്കിലോ ഇത്രയും തിരക്കാണ്, ഇത്രയും വണ്ടി ഇവിടെ ബ്ലോക്ക് ആവുകയാണ്, എന്നിട്ട് വണ്ടി എടുത്താൽ സമ്മതിക്കുക. മധുരൈ 121 കിലോമീറ്റർ, കൊച്ചി 395 കിലോമീറ്റർ ആണുള്ളത്. 120 കിലോമീറ്ററിനാണ് 2 മണിക്കൂർ കാണിക്കുന്നത്. അപ്രോക്സിമേറ്റ് 60 കിലോമീറ്റർ ഒരു മണിക്കൂർ വെച്ചിട്ട് കൂട്ടുവാണെങ്കിൽ 1 കിലോമീറ്റർ 1 മിനിറ്റ് അല്ലേ? ഓക്കെ, അപ്പോൾ എന്തായാലും പോവാം. ഇപ്പം നമ്മൾ വണ്ടി ഒട്ടും എന്താ പറയുക ക്ലീൻ ചെയ്തിട്ടില്ല. ക്ലീൻ ചെയ്യാനുള്ള സിറ്റുവേഷനിലല്ല നമ്മൾ. അതുകൊണ്ട് നമ്മൾ തൽക്കാലം ലൂബ് ചെയ്ത് വിടുവാണ്. തൽക്കാലത്തേക്ക് നമ്മളൊന്ന് ലൂബ് ചെയ്യുവാണ്. നമുക്ക് വീട്ടിൽ ചെന്നിട്ട് ഇപ്പോൾ നല്ല രീതിയിലൊന്ന് ക്ലീൻ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. വേസ്റ്റ് തുണിയൊന്നും ഇല്ല, അല്ലെങ്കിൽ നമുക്ക് തൽക്കാലം തുടച്ചെങ്കിലും വിടാറുന്നു. നമുക്ക് അതുപോലും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. അത് നോക്ക, ആകാശമൊക്കെ എന്തോ പ്രത്യേകത. അങ്ങോട്ടൊക്കെ നല്ല മഴക്കാറ്, അതിൻ്റെ ഇടയ്ക്ക് വെള്ള മേഘങ്ങൾ, അങ്ങോട്ടൊക്കെ എന്തോ ഓറഞ്ച് കളറിലിരിക്കുന്നത്. ഭയങ്കര പ്രത്യേകത കേട്ടോ മേഘങ്ങൾക്കൊക്കെ. നമ്മളിത് റൂമിനോട് എത്തിയിട്ടുണ്ട്. ഒരു 4 കിലോമീറ്റർ 3.5 കിലോമീറ്ററും കൂടെ ഉള്ളൂ മധുര എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിന്ന് കുറേ സ്ഥലങ്ങൾ കാണിച്ചു തരാൻ പറ്റില്ല. എന്താണെങ്കിലും കണ്ടതൊക്കെ അടിപൊളിയായിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വിഷ്വൽസ് ഒന്നും നോക്കിയിട്ടില്ല, ക്ലിയർ ആണോ അല്ലയോ ഒന്നും അറിയാൻ പാടില്ല, ഒന്നും നോക്കിയിട്ടില്ല. അപ്പോൾ നമ്മൾ റൂം അടുത്ത് എത്താറായിട്ടുണ്ട്. നമ്മൾ റൂമിൽ കയറാൻ പോവാണ്. നാളെ നമ്മൾ വന്നിട്ട് മൂന്നാർ ഗ്യാപ്പ് റോഡ് വഴി നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോകുന്നൊരു വ്ളോഗും കൂടെ ചെയ്യുന്നുണ്ടാവും. മൂന്നാർ ഇപ്പോൾ പുതിയൊരു വലിയ സിപ്ലൈനൊക്കെ വന്നിട്ടുണ്ട്, അത് എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ട്. അപ്പോൾ നമ്മൾ വ്ളോഗ് ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത മൂന്നാർ ഗ്യാപ്പ് റോഡിലെ വ്ളോഗിൽ കാണാം. ബൈ ബൈ.